സമാധാനത്തോടെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ മക്കയിൽ അപ്പോഴും സത്യവിശ്വാസികളെ കഠിനമായി ദ്രോഹിക്കാൻ തന്നെ ഇവിടെ ഉള്ള ആളുകൾ പരിശ്രമിച്ചു. ആ ദ്രോഹത്തിന്റെ ഭാഗമായി ഒരുപാട് പ്രതിസന്ധി അവരഭിമുഖീകരിക്കേണ്ടി വന്നു. ആ പീഡനങ്ങൾ പിന്നീട് അള്ളാഹുവിന്റെ ഹബീബിലേക്കാണ് നീങ്ങുന്നത്. ഹിജ്റയുടെ നുബുവത്തിന്റെ 6-ാമത്തെ വർഷം പ്രവാചകനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. കാരണം അനുയായികളൊക്കെ പല ഭാഗത്തേക്കും പോയപ്പോ പിന്നെ അവര് കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ എന്ന് കരുതി അവരെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സഫാ മർവയുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മുത്തുനബിയുടെ ചാരത്ത് ചെന്നുകൊണ്ടതാ കേട്ടാൽ അറപ്പുളവാക്കുന്ന വിധത്തിൽ ഒരുപാട് അവിടത്തെ തെറി വിളിക്കുന്നു. അള്ളാന്റെ ഹബീബ് ആ തെറി വിളിക്കലിന് ഒരക്ഷരം പോലും പ്രതികരിക്കാതെ ക്ഷമാപൂർവ്വം അവിടെ നിന്ന് ഇങ്ങനെ കാതുകുത്തി നിൽക്കുകയാണ്. ഇത് കണ്ട ഒരു സ്ത്രീക്ക് വല്ലാത്ത വേദന തോന്നി. അൽ അമീനെ ഇത്രയും പച്ചക്ക് തെറി വിളിക്കുന്നു. അൽ അമീൻ ആണെങ്കിൽ അങ്ങോട്ടൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. ആ പെണ്ണതാ ഓടിച്ചെന്നുകൊണ്ട് മുത്തുനബിയുടെ അളാപ്പയായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ വേട്ടയാടാൻ പോയതാ. തന്റെ കയ്യിൽ വലിയൊരു വില്ലുണ്ട്. ആ വില്ലിൽ ഒരു വേട്ടമൃഗത്തെയും കൊളുത്തി തോളിലിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഈ പെണ്ണുങ്ങളി എന്ന് പറയുന്നത് നിങ്ങളെ സഹോദരപുത്രനായ അൽ അമീനിനെ, അതാ അംർ ബിൻ ഹിശാം എന്നാണ് അബൂജഹലിന്റെ പേര്, ആ അംർ ബിൻ ഹിശാം വല്ലാതെ തെറി വിളിച്ചു. അപ്പം ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല എന്നിട്ട് അൽ അമീൻ എന്തേ പ്രതികരിച്ചത്? ഒന്നും പ്രതികരിച്ചില്ല, ഒക്കെ കേട്ടിരുന്നിട്ടേ ഉള്ളൂ. അന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന് ഇത് കേട്ടപ്പോൾ രക്തം തിളച്ചു. എന്റെ സഹോദരപുത്രനെ എന്തിനാണ് അയാൾ ചീത്ത പറഞ്ഞത്? ആ വേട്ടമൃഗത്തെ അവിടെ വെച്ചു. ആ വില്ലുമെടുത്ത് നേരെ ചെന്ന് കഅബയുടെ മുറ്റത്ത് പ്രമുഖ നേതാക്കളോടുകൂടെ ഇരിക്കുകയായിരുന്ന മക്കയിലെ ഖുറൈശികളുടെ ഏറ്റവും പ്രമുഖനായ നേതാവായ അബൂജഹലിന്റെ തലയിലേക്ക് ആ വില്ലുകൊണ്ട് ഒരൊറ്റ അടിയാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ആ അടി കൊണ്ടതാ ചോര തെറിച്ചുപോയി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, അതസ്തിമുഹു വഅന അലാ ദീനിഹി, ഇനി നീ മുഹമ്മദിനെ ചീത്ത വിളിക്കുമോ? ഞാനും ആ മുഹമ്മദിന്റെ മതത്തിൽ തന്നെയാണ്. ദീനി ദീനു മുഹമ്മദിൻ ഇൻ കുന്തും സാദിഖീൻ ഫംനഉനി, ഞാനും ഇനി മുഹമ്മദിന്റെ മതമനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. പറ്റുമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തടയൂ. ഹംസ റളിയല്ലാഹു അൻഹു ധീരനാണ്, ആരോഗ്യവാനാണ്, ആരെയും കൂസാത്ത ധൈര്യശാലിയാണ്. മഹാനവറുകൾ അവിടുന്ന് ശക്തമായി വെല്ലുവിളിച്ചു. എന്നിട്ടതാ അവിടെ വെച്ച് കഅബയെ നോക്കിക്കൊണ്ട് അവിടുന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു. ഹമിത്തുല്ലാഹ ഹീന ഹദാ ഫുആദി ഇലൽ ഇസ്ലാമി വദ്ദീനിൽ ഹനീഫി, എന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചമിട്ട് തന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമാശ്ലേഷണം ഉണ്ടാകുന്നത് എന്തിന്റെ പേരിലാ? അള്ളാഹിന്റെ നിർദ്ദേശം മാനിച്ചതാണ്. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയുൻ ഹമീം. പ്രവാചകന്റെ മതം സ്വീകരിക്കാതെ മാറി നിന്നിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വന്നത് പ്രവാചകൻ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചതുകൊണ്ടാ. തെറിക്കു പകരം തെറിയാണെങ്കിൽ, വാളിനു പകരം വാളാണെങ്കിൽ, അക്രമത്തിനു പകരം അക്രമമാണെങ്കിൽ ഒരിക്കലും ഒരു പ്രത്യയശാസ്ത്രത്തെ വളർത്തിയെടുക്കാൻ കഴിയില്ല. സ്നേഹം കൊണ്ടായിരുന്നു പ്രവാചകന്റെ പ്രബോധനം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവിടുന്നതാ അത് കഴിഞ്ഞ് അതേ ഹിജ്റ നുബുവത്തിന്റെ 6-ാമത്തെ വർഷം മറ്റൊരു സംഭവം ഉണ്ടായി. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഏറ്റവും ധീരനായ ചെറുപ്പക്കാരനാണ്. മുത്തുനബി ആ ചെറുപ്പക്കാരനെ നോട്ടമിട്ടു. അദ്ദേഹത്തെ ഇസ്ലാമിന് ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ മുതൽക്കൂട്ടാകും. പക്ഷേ എങ്ങനെ കിട്ടും? നബിതങ്ങളുടെ കഠിന വിരോധിയാണ്. കണ്ടാൽ കൊന്നുകളയാൻ മാത്രമുള്ള ദേശത്തോടെ നടക്കുന്നയാളാണ്. പക്ഷേ തന്റെ യജമാനനായ റബ്ബിനോട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ, ഈ ദീനുൽ ഇസ്ലാമിനെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണമേ. ഒന്നുകിൽ അബൂജഹൽ അല്ലെങ്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു.
മുത്തുനബിയുടെ മനസ്സിൽ മുൻതൂക്കം ഉമർ ഫാറൂഖ് തങ്ങളോടാണ്. ആ ഒരു പ്രാർത്ഥന അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ തലയെടുക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് വാളൂരി ഇറങ്ങിയതാണ്. ആ സമയത്താണ് നുഐം ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖത്നക സഈദ് ഇബ്നു സൈദിൻ വ ഉഖ്തക ഫാത്തിമ, നിന്റെ പെങ്ങള് ഫാത്തിമയും അളിയൻ സഈദ് ഇബ്നു സൈദും അവര് രണ്ടാളും മുസ്ലിമായി മുഹമ്മദിന്റെ മതം സ്വീകരിച്ച വിവരം നീ അറിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബിതങ്ങളെടുത്തേക്ക് തലയെടുക്കാൻ പോകുകയായിരുന്ന ഉമർ ഖത്താബ് തങ്ങൾ പെങ്ങളെ വീട്ടിലേക്ക് വെച്ചുപിടിക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ നിന്നതാ പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് കേൾക്കുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉലാ എന്ന് തുടങ്ങുന്ന, ആരെയും ചിന്തിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന ഈ ത്വാഹ സൂറത്തിന്റെ ആമുഖത്തിലെ ഏതാനും സൂക്തങ്ങൾ മഹാനവറുകൾ കേൾക്കാൻ ഇടവരുന്നു. പക്ഷെ ആ വന്ന ദേഷ്യത്തിൽ പെങ്ങളെയും അളിയനെയും ഒക്കെ അടിച്ച് ചവിട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ വിശുദ്ധ വചനം തുളച്ചു കയറിയിരുന്നു. അവസാനം അവിടെ വെച്ചതാ അദ്ദേഹത്തിന്റെ മനം മാറ്റമുണ്ടാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഉമർ ഖത്താബ് തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അള്ളാഹിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണമേ, അതുകൊണ്ട് നിങ്ങളെ ഹൃദയത്തിന് അള്ളാഹു വെളിച്ചം തന്നിട്ടുണ്ട്, നമുക്ക് പോകാം. അങ്ങനെ അതാ മുത്തുനബി സ്വഫാ കുന്നിന്റെ ചേരയുള്ള ഒരു ചെറിയ വീടാണ് ദാറുൽ അർഖം, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അവിടെ രഹസ്യമായിരുന്നാണ് അവിടുത്തെ പ്രബോധനവും ക്ലാസ്സും ഒക്കെ നടക്കുന്നത്. ആ സ്ഥലത്തേക്ക് മഹാനായ ഉമർ ഖത്താബ് തങ്ങളെയും കൂട്ടി പുറപ്പെടുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു എന്ന വിവരം അറിഞ്ഞ് ആളുകളൊക്കെ പേടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ തലെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത നേരത്തെ പരന്നതാണ്. എന്നാൽ ഇപ്പോൾ നബിതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രഹസ്യപ്രബോധനം നടത്തുന്ന വീടിന് നേരെ ഉമർ ഖത്താബ് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ വാതിലിന്റെ മുൻനിരയിൽ തന്നെ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു എന്നറിഞ്ഞപ്പോൾ മുത്തുനബി പറഞ്ഞു, അദ്ദേഹത്തെ ഇങ്ങോട്ട് കടത്തിവിട്ടോളൂ. അങ്ങനെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ പിടിച്ച് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പിടുത്തം വിട്ടോളൂ. എന്നിട്ട് മഹാന്റെ ആ നടുഭാഗത്ത് പൊക്കിളിന്റെ ഭാഗത്ത് വസ്ത്രത്തെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കോളൂ. ഉടനെ തന്നെ അവിടെ വെച്ച് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഒരൊറ്റ ഷഹാദത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പരിസരം മറന്നുകൊണ്ട് ഒരൊറ്റ തക്ബീർ, അല്ലാഹു അക്ബർ. വിജനമായ ആ ശാന്തമായ മക്കയുടെ താഴ്വാരം ആ തക്ബീർ ധ്വനികളാൽ പ്രകമ്പനം കൊണ്ടുവന്നാണ്. ആവേശപരമായ തക്ബീർ മുഴക്കി. ഉടനെ തന്നെ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, അല്ല നബിയെ, നിങ്ങളുടെ ഈ പ്രസ്ഥാനം സത്യപ്രസ്ഥാനല്ലേ? നബി തങ്ങൾ പറഞ്ഞു, അതെ. എന്നാ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ രഹസ്യമായി ഒളിച്ചിരിക്കുന്നത്? അതുകൊണ്ട് വരൂ, നമുക്ക് പോകാം. അങ്ങനെ ഉമർ ഖത്താബ് തങ്ങൾ മുത്തുനബിയെ കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. ഏകദേശം 40ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ 2 ലൈനാക്കി ഒരു പ്രകടനം. അവര് നേരെ പോകുന്നു വിശുദ്ധ കഅബയിലേക്ക്. മുൻനിരയിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, മുത്തുനബി ഉണ്ട്. ബാക്കിയുള്ളവർ അണിയണിയായി പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അവര് നേരെ കഅബത്തിന്റെ സമീപത്ത് ചെന്നുകൊണ്ടതാ പരസ്യമായി തവാഫ് ചെയ്യുന്നു. ശത്രുക്കൾ ഞെട്ടി വിറച്ചുപോയി. ഈ സന്ദർഭത്തിലാണ് അള്ളാന്റെ ഹബീബ് പേര് വിളിക്കുന്നു, ഉമറുൽ ഫാറൂഖ്. സത്യാസത്യങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കിയ, നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും വ്യവഛേദിച്ചു കാണിച്ച നേതാവാണ് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ മഹാനായ മുത്തുനബിയുടെ ആ സൗമ്യഭാവത്തോടെയും സൽസ്വഭാവത്തോടെയും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന പ്രബോധന ശൈലിയും കാരണം എതിരാളികൾ ഓരോരുത്തരായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇതോടെ ശത്രുക്കൾ അവരാകെ അവരുടെ നിലമറന്നു.
അവര് ചിന്തിച്ചു ഈ നിലക്ക് പോയാൽ ഇനി നമ്മളെ പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇനി ആ മതത്തിലേക്ക് ആളുകൾ ചേരാതിരിക്കണമെങ്കിൽ കർശനമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ആ നടപടിയുടെ ഭാഗമായി അവര് ആലോചിച്ചു. എന്താണ് അവർ ആലോചിച്ചത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഉപരോധം ഏർപ്പെടുത്തും. മുഹമ്മദിനെ വിട്ടുതരാൻ ആവശ്യപ്പെടുക മുഹമ്മദിന്റെ കുടുംബത്തോട്, എന്നിട്ട് നമ്മൾ കൊന്നുകളയും. അതിനവർ വിട്ടുതരുന്നില്ലെങ്കിൽ നമ്മളൊരു കരാറാണ്. എന്താണ്? ഒരു പ്രഖ്യാപനം, ഊരുവിലക്ക്. ആ ഊരുവിലക്കിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ? അല്ലാ യുനാക്കിഹുഹും, പ്രവാചക കുടുംബവുമായി ഒരൊറ്റ ആളും ഇനി വിവാഹബന്ധം നടത്താൻ പാടില്ല. വലാ യുബായിഉഹും, അവരുമായി ഒരു തരത്തിലുള്ള ഇടപാടുകൾ നടത്തരുത്. വലാ യുജാലിസും, അവരോട് കൂടിപ്പെരുമാറരുത്. വലാ യുസ്വാലിഹും, അവരുമായി സന്ധിയിലേർപ്പെടരുത്. ഏതുവരെ? ഹത്താ യുസ്ലിമു റസൂലല്ലാഹി ലിൽ ഖത്ൽ, മുത്തുനബിയെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നത് വരെ. ആ പ്രഖ്യാപനം എഴുതി പരിശുദ്ധ കഅബയുടെ ഉള്ളിൽ തൂക്കിയിടുകയാണ്. ഈ ഉപരോധം ബനൂ ഹാശിമിനും ബനുൽ മുത്തലിബിനും എതിരെയാണ്. പ്രവാചകന്റെ ഏറ്റവും അടുത്ത കുടുംബമാണ് ബനൂ ഹാശിം, ബനു മുത്തലിബ്, അവർക്കെതിരെയാണ്. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് അബൂലഹബിനെ ഉപരോധത്തിൽ നിന്നും മാറ്റി. കാരണം അബൂലഹബ് അവരുടെ പക്ഷത്താണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ഉപരോധത്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു. പക്ഷേ ബീവി പറഞ്ഞു, ഞാൻ മുത്തുനബിയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ഇന്ന് പ്രവാചകരുടെ വീടുള്ള ആ പരിസരത്താണ് ഇവരുടെ ഉപരോധത്തിലായി ഇവർ കഴിയുന്നത്. ആ പ്രയാസം സഹിച്ച് കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിയോടൊപ്പം തന്നെ പട്ടിണി കിടക്കാൻ തയ്യാറായി. ഈ ഉപരോധത്തിന്റെ ഭാഗമായി ഒരു ഭക്ഷ്യവസ്തുവും ഇവർക്ക് വിൽക്കാൻ പാടില്ല, ഒരു ഭക്ഷണവും അവർക്ക് കൊടുക്കാൻ പാടില്ല. കർശനമായ ഉപരോധം തുടങ്ങുകയാണ്. നുബുവത്തിന്റെ 7ാമത്തെ വർഷത്തിൽ ആ ഭീകരമായ തീരുമാനം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. പല ആളുകൾക്കും പലതരത്തിലുള്ള ഉപരോധം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആഹാരം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപരോധം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേ ഉണ്ടായിട്ടുള്ളൂ. അതിനാൽ തന്നെ പ്രവാചകരുടെ കുടുംബം ഈ 3 വർഷക്കാലയളവിൽ ഒരു റൊട്ടി പോലും വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കുന്നിന്റെ താഴ്വരയിൽ നിന്ന് കിട്ടുന്ന ചെറിയ പുൽച്ചെടികളും അതിന്റെ താഴെ ഉണ്ടാകുന്ന ചെറിയ കിഴങ്ങുകളും ഇത് മാത്രം ഭക്ഷിച്ചതിന്റെ പേരിൽ പ്രവാചക കുടുംബങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ കന്നുകാലികളുടെ വിസർജ്യങ്ങൾക്ക് സമാനമായിരുന്നു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് കാണാം. രാത്രിയായാൽ അതാ ചെറിയ മക്കള് വിശന്നിട്ട് നിലവിളിച്ച് കരയുകയാണ്. ഉമ്മമാരുടെ സ്തനത്തിലൂടെ പാലിന് പകരം ചുരത്തുന്നത് രക്തമാണ്. രാത്രിയുടെ ആ ശാന്തതയിൽ മക്കയുടെ താഴ്വാരത്തതാ പ്രതിധ്വനിക്കുന്നത് ചെറിയ കുട്ടികളുടെ പട്ടിണി കിടന്നിട്ടുള്ള വലിയ വലിയ അട്ടഹാസമാണ്. ഈ അട്ടഹാസം കേൾക്കാൻ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞില്ല. അവർ പ്രതിഷേധ ജ്വാല തന്നെ ഉയർത്തി. ചെറുപ്പക്കാരായ ആളുകൾ ഈ കാരണവന്മാരെ ക്രൂരതക്കെതിരെ പ്രതിഷേധിച്ചു. അവര് ഏതായിരുന്നാലും അബൂ ത്വാലിബ് വാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വസിയത്ത് മാനിച്ചുകൊണ്ട്